പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്, ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ നീങ്ങാനൊരുങ്ങുന്നു. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം സന്ദീപ് വാര്യർ വിളിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഉടൻ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ബി.ജെ.പിയുമായി കലഹിച്ച്, ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കലഹിച്ച്, കെ സുരേന്ദ്രനുമായി കലഹിച്ച്, പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായി കലഹിച്ച് ബി.ജെ.പിയുടെ അകന്നു നിൽക്കുന്ന സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ കടന്നുവരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സന്ദീപ് വാര്യർ നിശബ്ദനായിരുന്നു. ഒരുപക്ഷെ CPM-ലേക്ക് പോയേക്കാം എന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു, CPI-യിലേക്ക് പോയേക്കാം എന്ന് പിന്നീട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ആണ് സന്ദീപ് വാര്യർക്ക് പറ്റിയ തട്ടകം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. സന്ദീപ് വാര്യർ കൈ കൊടുക്കുന്നു. സന്ദീപ് വാര്യർ ഇനിയും കൈപ്പത്തിയുടെ തണലിലാകും ഉണ്ടാവുക എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം, ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവ്, ചാനൽ ചർച്ചകളിൽ ബി.ജെ.പിയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിമർശിച്ച, ഇന്ത്യ മുന്നണി എന്നടക്കം കോൺഗ്രസിനെ പല വാർത്താ സമ്മേളനങ്ങളിലും ചർച്ചകളിലും അതിനിശ്ചിതമായി വിമർശിച്ച സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കോൺഗ്രസിന്റെ വക്താവായി സന്ദീപ് വാര്യർ മാറുകയും ചെയ്യും. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന ചർച്ചയുടെ ഭാഗമായാണോ? കോൺഗ്രസ് സർവാത്മന സ്വാഗതം ചെയ്യുകയാണോ സന്ദീപിനെ? അങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ സന്ദീപ് ഇവിടേക്ക് തന്നെ, ഞാനിപ്പോൾ നിൽക്കുന്നത് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വാർത്താ സമ്മേളനമുണ്ട്. സാധാരണ രീതിയിലൊരു വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്തല്ല, മറ്റ് പരിപാടികളൊക്കെ നടക്കുന്ന വലിയൊരു ഹാളിൽ വലിയൊരു ക്രമീകരണം തന്നെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് സന്ദീപ് ഇവിടേക്ക് എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ നേതാക്കളിൽ പലരും പറയുന്നുണ്ട് ഇവിടേക്ക് എത്തുമെന്നുള്ളത്. എന്തായാലും ഇതിലൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെയും പ്രതികരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാതെ ആ സസ്പെൻസിനൊരു അന്ത്യമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സന്ദീപ് കോൺഗ്രസിലേക്ക് എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ട് പല നേതാക്കളും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ, എങ്ങനെ, ഏത് വേദിയിൽ വെച്ച് സ്വീകരണം എന്നുള്ളത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിലൊരു അന്തിമമായ വ്യക്തത വരുമെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഓഫീസിന്റെ മുകളിലത്തെ നിലയിൽ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ ആകാംക്ഷയോടെ പ്രവർത്തകരൊക്കെയും കാത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സന്ദീപ് എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ അതിന്റെ ഒരു വലിയ കൗതുകത്തോടെ പ്രവർത്തകരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഓഫീസിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സന്ദീപിനെ സംബന്ധിച്ച് കഴിഞ്ഞ തുടക്കം മുതൽ തന്നെ സന്ദീപിന്റെ ഒരു രാഷ്ട്രീയ ലൈൻ, ഈ BJP ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇനി സന്ദീപ് BJP-യിലേക്കില്ല ഏതാണ്ട് BJP കൃത്യമായി ഉറപ്പിച്ചിരുന്നതാണ്. കാരണം അതിന് പല രാഷ്ട്രീയ സാഹചര്യമുണ്ട്. RSS നേതാക്കൾ ഉൾപ്പെടെ വീട്ടിലേക്ക് എത്തിയപ്പോഴും സന്ദീപ് വഴങ്ങിയിരുന്നില്ല. അപ്പോൾ സന്ദീപിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് BJP അന്ന് തന്നെ വിലയിരുത്തിയിരുന്നതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്ന സമയത്ത് നൽകുന്ന വലിയൊരു അടി എന്ന് തന്നെ BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട്, BJP ജയിച്ച് കയറാൻ സാധ്യതയുള്ള പാലക്കാട് ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് വേദിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പുറത്ത് ഈ CPM-ഉം ഒക്കെ ക്ഷണിച്ച ആളാണ് സന്ദീപ് വാര്യർ. CPI ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തുന്നു. അതും ഈ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, ഈ കൽപ്പാത്തി തേരി കഴിഞ്ഞാൽ പല ബോംബുകളും പല ഘട്ടത്തിലും പലയിടത്തും പൊട്ടും എന്നുള്ളത്. ഇതുവരെ ഇന്ത്യ മുന്നണി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്ന സന്ദീപ് വാര്യർക്ക് ഇനി ഇത് ഇന്ത്യ മുന്നണിയായി മാറുന്ന നിമിഷങ്ങളാണ് ഉള്ളത്. ചില ചർച്ചകളിലേക്കും സന്ദീപിന് പോകേണ്ടി വരും. 6 മണിക്കൂർ മുമ്പാണ് സന്ദീപ് വാര്യർ ശ്രീത്ത് കുറച്ച് ദിവസമായി നിശബ്ദനായിരുന്നു സോഷ്യൽ മീഡിയയിൽ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വലിയ താരമായിരുന്ന ആളായിരുന്നു സന്ദീപ്. വലിയ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. BJP-ക്ക് അനുകൂല പോസ്റ്റുകൾ കൊണ്ട് പല വിഷയങ്ങളിലും. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, പാലക്കാട്ട് നഗരസഭയിൽ CPM BJP സഹായത്തോടെ ഭരിച്ചിരുന്നു എന്ന പോസ്റ്റ് അടക്കം കാണിച്ചുകൊണ്ടാണ്. ഈ പോസ്റ്റാണ് 6 മണിക്കൂർ മുമ്പ് സന്ദീപ് വാര്യർ തന്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായുള്ള ഈ പോസ്റ്റ് സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. കഴിഞ്ഞ 9-ാം തീയതി ആയിരുന്നു അതിന് മുൻപുള്ള അവസാനത്തെ പോസ്റ്റ്. അതിനുശേഷം 6 മണിക്കൂർ മുമ്പാണ് ഇതാ ചിരിച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്